ഹൈഡാ, അപ്പോൾ നമ്മുടെ പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടൽ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആസ് യൂഷ്വൽ ഇതുവരെയുള്ള എക്സാമുകളിലൊക്കെ ആവർത്തിച്ച 4 മഹാന്മാരെയും പരിചയപ്പെടുന്നു. ആ മഹാന്മാരുടെ അനിയന്മാരുടെയും ഏട്ടന്മാരെയും നമ്മൾ പരിചയപ്പെടുന്നു. തുടങ്ങിയാലോ? ഒന്നാമത്തെ മഹാൻ. ഈ ടൈപ്പ് ചോദ്യങ്ങൾ പലപ്പോഴും എക്സാമിന് വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ അന്തം വിട്ട് നോക്കാറുണ്ട്. സോ എന്താ തരിക? 2 ടീമിന് അങ്ങോട്ട് തരും. കമ്പിളി, എബണൈറ്റ്, പിന്നെ ഗ്ലാസ് റോഡ്, സിൽക്ക്, ഇങ്ങനെ 2-3 മഹാന്മാരുടെ പേര് അങ്ങോട്ട് തരും. ഇങ്ങോട്ട് ചോദിക്കേ, ഇവർ തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത്, ഉരുതുന്ന സമയത്ത് ആർക്കാ പോസിറ്റീവ് ചാർജ് കിട്ടുക, ആർക്കാ നെഗറ്റീവ് ചാർജ് കിട്ടുക, ആരാ ഇലക്ട്രോണെ കൊടുക്കുക, ആരാ ഇലക്ട്രോണെ വാങ്ങുക, ഇങ്ങനെ കൊടുക്കല് വാങ്ങല്, പോസിറ്റീവ് നെഗറ്റീവ്, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ആണോ, സിൽക്കിന് നെഗറ്റീവ് ആണോ, ഇതിങ്ങനെ ചോദിച്ച് നമ്മൾ ടെറിഫൈഡ് ആക്കും, നമ്മളങ്ങനെ ഭയപ്പെടുത്തും. സോ നമ്മൾ ഇന്ന് ഇതിനെ കീഴ്പ്പെടുത്താൻ പോവുക. ഈ ഒന്നാമത്തെ മഹാന്റെ കൂട്ടക്കാരെ മൊത്തം നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുക. അതിന് ഞാൻ ആദ്യം ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ ഇനി പറയുന്ന ആൾക്കാരെ നിങ്ങൾ പ്രത്യേകം പഠിച്ചേക്കുക. ഈ ആൾക്കാർക്കൊക്കെ എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. നമ്മുടെ ആനുവൽ എക്സാമിന് സ്ഥിരമായിട്ട് ഇവരെ വരാറുള്ളൂ. ഈ ആൾക്കാരൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ ദാനശീലരാ, എൻ്റെ ടീംസാ. നന്നായിട്ട് ദാനം ചെയ്യുന്നവൻ ദാനിഷ്, അങ്ങനെയെങ്കിലും ആലോചിക്കുക. എന്നെ പോലെ ദാനം ചെയ്യുന്നവൻ ആരൊക്കെയാണ്, നന്നായിട്ട് കൊടുത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള മഹാന്മാർ ആരൊക്കെയാണ്. ഞാൻ ഇനി പറയുന്ന 3 ആൾക്കാരെ ഇപ്പോഴേ കണ്ടച്ചോളേ. ഒന്നാമത്തെ ആളാണ് സുഹൃത്തുക്കളെ ഗ്ലാസ് റോഡ്. ഗ്ലാസ് റോഡ് എൻ്റെ ടീമാണ്, നന്നായിട്ട് ദാനം ചെയ്യും. ഇലക്ട്രോണ് കൊടുക്കുന്ന ആൾക്കാരാണ് സുഹൃത്തുക്കളെ ഗ്ലാസ് റോഡ്. അടുത്ത ആളാരടാ? സിൽക്ക്. സിൽക്ക് അല്ലോ, കമ്പിളി, വൂൾ, കമ്പിളി. അമ്പിളി നല്ല കുട്ടിയാന്ന് ആലോചിക്കുക. എൻ്റെ പോലുള്ള നല്ല കുട്ടിയാണ് അമ്പിളി. മൂന്നാമത്തെ ആളാണ് സുഹൃത്തുക്കളെ ഫ്ലാനൽ. ഈ 3 മഹാന്മാരുടെ പേര് എൻ്റെ മക്കൾ എവിടെയെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 3 ആൾക്കാരും നല്ലവരാ. അവർ ഇലക്ട്രോണ് കൊടുക്കുന്ന ആൾക്കാരാ. ഇവർക്ക് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സോ പോസിറ്റീവ് വൈബുള്ള എൻ്റെ ടീമായ ദാനശീലരായ 3 ആൾക്കാർ ആരൊക്കെയാടാ? ഗ്ലാസ് റോഡ്, അതേപോലെ വൂൾ അഥവാ കമ്പിളി, മൂന്നാമത്തെ ആരാടാ? ഫ്ലാനൽ. ഓക്കെ അല്ലേ? എന്നാൽ വാങ്ങുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാർ, അത്ര വലിയ നല്ല ആൾക്കാരൊന്നും അല്ലാത്ത 3 ആൾക്കാർ. അങ്ങനല്ലേ, പഠിക്കാൻ വേണ്ടി പറയുകയാണ്. നെഗറ്റീവ് ചാർജ് ഉള്ള 3 ആൾക്കാർ ഞാൻ പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ ആളാണ് സുഹൃത്തുക്കളെ എബണൈറ്റ്. ഇതാരാടാ? എബണൈറ്റ്. എബണൈറ്റ് എന്നങ്ങോട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ പറയാം, ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരാളാണല്ലോ. ഗ്ലാസ് റോഡ് പിന്നെയും കേട്ടാളാ. എബണൈറ്റ് ഞങ്ങൾ അത്ര വലിയ കേട്ടൊന്നുമല്ല, ഒരു പുതിയൊരാളാണല്ലോ. ഒരു നെഗറ്റീവ് വാങ്ങുന്ന ആളാണ് എബണൈറ്റ്. ബലൂണൊന്നും നല്ലതല്ല. ബലൂണൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ആലോചിക്കുക. ബലൂണൊക്കെ കുട്ടികൾ വായലൊക്കെ ഇട്ട ചീച്ചിയാണ്. എങ്ങനെയെങ്കിലും ആലോചിക്കുക. ബലൂണ് നെഗറ്റീവാ സാറേ, ബലൂണ് നെഗറ്റീവാ. സുഹൃത്തുക്കളെ മൂന്നാമതാണ് സിൽക്ക്. സിൽക്കൊക്കെ വാങ്ങണമെങ്കിൽ എത്ര പൈസ? നെഗറ്റീവാ. സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, ഈ 3 മഹാന്മാരും നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ വാങ്ങുന്ന ആൾക്കാരാ. നേരത്തെ ഞാൻ പറഞ്ഞ ആൾക്കാരെന്താ? ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾക്കാരാ. ഈ 3 ആൾക്കാരും ഇലക്ട്രോൺ വാങ്ങുന്ന ആൾക്കാരാ. ഇവരെ നിങ്ങൾ എപ്പം കണ്ടാലും നിങ്ങൾ പറയണം നെഗറ്റീവ് ചാർജ് ആണെന്ന്. സെറ്റ് അല്ലേ? സോ പോസിറ്റീവ് ചാർജ് ആരൊക്കെയാണ്? ഗ്ലാസ് റോഡ്, പിന്നെ ആരാ? വൂള് അഥവാ കമ്പിളി, പിന്നെ ആരായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്? ഫ്ലാനല്. നെഗറ്റീവ് ചാർജ് ആർക്കാടാ? എബണൈറ്റ്, ബലൂണ്, പിന്നെ ഞാൻ പറഞ്ഞു സിൽക്ക്. ഇനി നമ്മൾ നേരത്തെ ചോറ് എന്നൊക്കെ പറഞ്ഞത്, നേരത്തെ ചോദ്യം നോക്കിയല്ലേ? എന്താണ് നേരത്തെ ചോദ്യം? ഇതിൽ ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുക എന്ന്? ഇലക്ട്രോൺ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൊടുക്കുക ആരാന്ന്? കൊടുക്കുന്ന ആളാരാ? പോസിറ്റീവ്. നോക്കല്ലേ? എബണൈറ്റ്, കമ്പിളി. നിങ്ങൾ പറയും, എബണൈറ്റ് ആണോ കമ്പിളിയാണോ കൊടുക്കുന്ന ആള്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അമ്പിളി കൊടുക്കുന്ന ആളാണ് സുഹൃത്തുക്കളല്ലേ. എബണൈറ്റ് ചീച്ചിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കമ്പിളി അല്ലെങ്കിൽ വൂളാണ് കൊടുക്കുന്ന ആള്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടൂടാ? കമ്പിളി എന്ന് കിട്ടും. നോക്കണേ, ഈ പേരുകൾ മറക്കരുത്, നേരത്തെ പഠിച്ച പോണേ. ഇതിൽ ആരാണ് കൊടുക്കുന്ന ആള്? കൊടുക്കുന്ന ആള് കമ്പിളിയാണ് സാറേ. അമ്പിളി നല്ല കുട്ടിയാണ് സാറേ. കൊടുക്കുന്ന ആളാണ് സാറേ, വൂളാണ്. ഇനി രണ്ടാമത് ആരാ വാങ്ങുന്ന ആളെന്ന്? നെഗറ്റീവ് ചാർജ് ആർക്കാ കിട്ടുകയെന്ന്? ഞാൻ നേരത്തെ നെഗറ്റീവ് ചാർജിന്റെ 3 ആൾക്കാരിൽ പഠിപ്പിച്ചപ്പോൾ അതിൽ ആരാണ്ടതിന്? അയ്യേ, എബറ്റ് അല്ല, എബണൈറ്റ്. വാഴ. എബണൈറ്റ് നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കും എബണൈറ്റ്. ഇതൊന്നും എഴുതാനുള്ള സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം അത് എബണൈറ്റ് ആയിക്കോട്ടെ. അപ്പൊ എബണൈറ്റ് നെഗറ്റീവ് ആണ്, നീട്ടി. ഇനി ഇവിടെ പറയണേ, ഗ്ലാസ് റോഡ് ഉണ്ട്, സിൽക്ക് ഉണ്ട്. ആരാടാ കൊടുക്കുന്ന ആള്? നല്ല ആളാരാടാ? ഗ്ലാസ് റോഡ് കൊടുക്കുന്ന ആളാണോ വാങ്ങുന്ന ആളാണോ? ഗ്ലാസ് റോഡ് നല്ല ആളാ. അപ്പൊ നമുക്ക് മനസ്സിലാക്കും ഇവിടെ ഗ്ലാസ് റോഡാണ്. എന്നാൽ വാങ്ങുന്ന ആളാരാ? നെഗറ്റീവ് ചാർജ് ഉള്ള ആളാരാ? സിൽക്ക്. ഞാൻ നേരത്തെ പഠിച്ചത് മാത്രം ആലോചിച്ചാൽ മതിയടാ. സോ സിൽക്ക് നെഗറ്റീവ് ആണ്. ഇങ്ങനെ ഏത് ടീം വന്നാലും ഞാൻ നേരത്തെ പഠിച്ച 3 6 എക്സാമ്പിൾ പഠിച്ച സെറ്റാ. ഇതാണ് ഒന്നാമത്തെ പ്രമുഖൻ, ഒന്നാമത്തെ മഹത് വ്യക്തി. സെറ്റ് അല്ലേ? പൊളിയല്ലേ? അപ്പൊ നമ്മൾ പോസിറ്റീവ് ചാർജിന് എക്സാമ്പിൾ 3 ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതൊക്കെയാ പോസിറ്റീവ് ചാർജ്? ഗ്ലാസ് റോഡ് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പറഞ്ഞ കമ്പിളി അല്ലെങ്കിൽ വൂൾ ഉണ്ടായിരുന്നു, മൂന്നാമത്തെ ഏതാടാ? ഫ്ലാനൽ ഉണ്ടായിരുന്നു. നെഗറ്റീവ് ചാർജ് വാങ്ങുന്ന ആൾക്കാരൊക്കെയാണ്ടാ? ഞാൻ പറഞ്ഞു സിൽക്ക് ഉണ്ട്, ബലൂൺ ഉണ്ട്, എബണൈറ്റ് ഉണ്ട്. സെറ്റ് അല്ലേ? റെഡി ആണെങ്കിൽ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. നേരെ രണ്ടാമത്തെ മഹാനെ പരിചയപ്പെടാൻ പോവാ. എന്താ രണ്ടാമത്തെ മഹാൻ? ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ഫോക്കസ് ദൂരം തരും, ഇങ്ങോട്ട് വക്രത ആരം പറയും, അല്ലെങ്കിൽ വക്രത ആരം കാണുന്നിട്ട് ഫോക്കസ് ദൂരം കാണാൻ പറയും. ഈ ഫോക്കസ് ദൂരവും വക്രത ആരും, റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും
മാറി മാറി എക്സാമിന് ഇങ്ങനെ വരലുണ്ട്. ഞാൻ പറഞ്ഞുതരാം അതിന് ആദ്യം ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ. എടാ ഒരു കണ്ണാടി, അത് കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും ഏതെങ്കിലും ഒരു കണ്ണാടി, ഇതിപ്പോൾ ഏതാ കണ്ണാടി, ഇത് കോൺകേവ് ആണ്, കാരണം അകത്തോട്ട് കുഴിഞ്ഞിക്കിട കണ്ണാടി കോൺകേവ് ആണ്. എടാ ഒരു കോൺകേവ് കണ്ണാടി ഇങ്ങനെ നല്ല വട്ടം, നല്ല വൃത്തിക്കുള്ള വട്ടമാണെങ്കിൽ പാവം ജനിച്ചേ, അതൊരു വൃത്തികേടായിപ്പോയി. ഒരു കോൺകേവ് കണ്ണാടി ആണെങ്കിലും ഏത് കണ്ണാടി ആണെങ്കിലും നല്ലോണം നോക്കണേ, ഇതിന്റെ ഫോക്കസ് വരെയുള്ള ദൂരത്തിലാണ് നമ്മൾ ഫോക്കസ് ദൂരം എന്ന് പറയാം. ഇതിന്റെ സെന്റർ വരെയുള്ള ദൂരത്തിനാണ് നമ്മൾ വക്രത ആരെന്ന് പറയാ, റേഡിയസ് എന്ന് പറയാ. അപ്പൊ ഇന്റെ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, സിമ്പിൾ കൺസെപ്റ്റ്, റേഡിയസിന്റെ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം. ഓക്കെ അല്ലേ? റേഡിയസ് 30 ആണെങ്കിൽ ഫോക്കസ് ദൂരം 15 ആകും. അത് നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങോട്ട് നോക്കണേ, റേഡിയസിന്റെ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം. ഇനി നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയാ, ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടി ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ. ശരിക്കും ആ ബുദ്ധി ഉണ്ടായാൽ തന്നെ മതി, അല്ലാതെ ഇക്വേഷൻ വെച്ചൊന്നും ചെയ്യണമെന്നില്ല. ഇനി നമുക്കൊന്ന് ചോദ്യം നോക്കല്ലേ, എന്താ ക്വസ്റ്റ്യൻ എന്താ? അയ്യോ, റേഡിയസ് ഓഫ് കർവേച്ചർ 12 ആണെങ്കിൽ ഫോക്കസ് ദൂരം എത്രയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാ. റേഡിയസ് ഓഫ് കർവേച്ചർ 12 ആണെങ്കിൽ ഫോക്കസ് ദൂരം എത്രയടാ? അതിന്റെ പകുതി, അത് എത്രയടാ? 6 സെന്റിമീറ്റർ. അയ്യോ എളുപ്പല്ലേ? ഇനി വേണമെങ്കിൽ നമുക്കിത് ഇക്വേഷൻ വെച്ച് ചെയ്യാം. അയ്യോ സുഹൃത്തുക്കളെ, എങ്ങനെ കിട്ടുക? ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ്, r/2 ആണ്. r എന്ന് പറഞ്ഞാൽ 12/2, 6 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, കോമൺ സെൻസ്. ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ പകുതിയാണ്. ഞാൻ നേരെ തിരിച്ചൊരു ക്വസ്റ്റ്യൻ തരാം. അടുത്ത നോക്കടാ, ഒരു കണ്ണാടി ഉണ്ട്. ദി ഫോക്കൽ ലെങ്ത് ഓഫ് എ റിയർ വ്യൂ മിറർ യൂസ്ഡ് ഇൻ എ കാർ ഈസ് 6 സെന്റിമീറ്റർ. ഒരു കാറിലെ റിയർ വ്യൂ ദർപ്പണം അല്ലെങ്കിൽ റിയർ വ്യൂ മിററിന്റെ ഫോക്കസ് ദൂരം 6 സെന്റിമീറ്റർ ആണെന്ന്. അവിടെ കട്ടെ, അതിനും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് കത്തും. എടാ ഈ കണ്ണിന്ന് വണ്ടിന്റെ റിയർ വ്യൂ മിറർ ഏത് കണ്ണാടിയാ? പ്ലെയിൻ ആണോ, കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ? നമ്മൾ മുമ്പേ പഠിച്ചതാണ്. റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? കോൺവെക്സ് മിറർ ആയിരിക്കും. പോകാൻ പറയും, അത് നല്ല ചോദ്യം ഇവിടെ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, ഒരു കാറിന്റെ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 6 സെന്റിമീറ്റർ ആണ്. എടാ പറയാ, ഫോക്കസ് ദൂരം 6 സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര ആയിരിക്കും? ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടിയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ നമുക്ക് പറയാം 6ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ. ഇതാണ് കോമൺ സെൻസ്. ഇനി അതല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടി? വേണമെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കുക. അയ്യോ, വക്രത ആരം 6 എന്ന് പറഞ്ഞാൽ ഫോക്കസിന്റെ ഡബിൾ ആയിരിക്കും, r = 2f. അപ്പൊ 2 × 6 എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ രണ്ടാമത്തെ ആളെയും പരിചയപ്പെട്ട 2 ടൈപ്പ് ആൾക്കാരെ നമ്മൾ സെറ്റാക്കി. ഇനി 2 മഹാന്മാരെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഏതാണ് ആ മൂന്നാമത്തെ മഹാൻ? ഇത് കാന്തവുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതാണ് ആ ചോദ്യം എന്ന് നിങ്ങൾക്ക് സുഹൃത്തുക്കളെ? 4 പോയിന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നിട്ടുണ്ട്. 4 പോയിന്റ്. സസെപ്റ്റിബിലിറ്റി, റിട്ടൻറ്റിവിറ്റി. ഇതിന് മലയാളത്തിൽ എന്താ പറയാ? വശഗത, റിട്ടൻറ്റിവിറ്റി. ഇതിൽ ആർക്കാണ് വശഗത കൂടുതൽ, സസെപ്റ്റിബിലിറ്റി കൂടുതൽ? ആർക്കാണ് റിട്ടൻറ്റിവിറ്റി കൂടുതൽ, ആർക്കാണ് റിട്ടൻറ്റിവിറ്റി കുറവെന്ന്? എന്റെ മക്കളെ, നമ്മൾ മുമ്പ് പറഞ്ഞതാ, ലൈവില് പറഞ്ഞതാ. ഇനി ആ ലൈവ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കിക്കോ, നന്നായിട്ട് കാന്തമാവാനുള്ള കഴിവ് ആർക്കാടാ? അല്ലെങ്കിലും ഇരുമ്പ്, സ്റ്റീൽ എന്നങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവും ഇരുമ്പ് മനുഷ്യൻ, ഉരുമ്പ് മനുഷ്യല്ല, നല്ല ഇരുമ്പ്, അയൺ മാൻ എന്നൊക്കെ പറയില്ലേ? അയണാണ് നമ്മൾ കുറച്ചും കൂടി പവറായിട്ട് പറയാ. കാന്തമാവാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത് ഇരുമ്പിനാ, അയണ്ണ. അപ്പം നമ്മൾ പറയും അതിനാണ് നമ്മൾ വശഗത എന്ന് പറയാ. കാന്തമാവാനുള്ള കഴിവാണ് എന്ത്? വശഗത എന്ന് പറയട്ടോ. സോ സസെപ്റ്റിബിലിറ്റി കൂടുതൽ, വശഗത കൂടുതൽ ആർക്കായിരിക്കടാ? സോഫ്റ്റ് അയൺ ആയിരിക്കും. അത് ഏറ്റവും കുറവ് ആർക്കായിരിക്കും? സ്റ്റീലിനായിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് എന്താടാ? അപ്പൊ ഞാൻ പറഞ്ഞ വശഗത കൂടുതൽ ആർക്കാടാ? ഇരുമ്പിന്, അയണ്. വശഗത കുറവ് ആർക്കാടാ? സ്റ്റീൽ അല്ലെങ്കിൽ അതിന് സ്റ്റീൽ തന്നെ പറയാം, സ്റ്റീലിന്. ഇനി അടുത്തതാണ് റിറ്റൻറ്റിവിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കാന്തമായി കഴിഞ്ഞാൽ ആ കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ്. എടാ കുറേ നേരം ആരാ കാന്തമായിട്ട് നിൽക്കാറ് നിങ്ങൾക്ക്? പാവം, ഇവൻ പെട്ടെന്ന് കാന്തമാവും, പെട്ടെന്ന് കാന്താവും, പക്ഷെ കുറേ നേരം ആ കായ്ക്ക് നിലനിർത്തിയുള്ള കഴിവ് ആർക്കാളുള്ളത്? സ്റ്റീലിനാണ്. സോ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിനാണ് നമ്മൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറയാ. റിറ്റൻറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് സ്റ്റീലിനാണ്. അത് ഏറ്റവും കുറവുള്ളത് ആർക്കാടാ? ഇരുമ്പിനാണ്. ആ പോയിന്റ് ഞാൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട് നോക്കുക. അപ്പൊ എന്റെ മക്കൾ ഒന്നും കൂടി മനസ്സിലാക്കണേ, സസെപ്റ്റിബിലിറ്റി കൂടുതൽ, വശഗത കൂടുതൽ, പെട്ടെന്ന് കാന്തമാവുന്നത്, നല്ല സ്ട്രോങ് കാന്തമാക്കാൻ ഏറ്റവും നല്ലത് ഇരുമ്പാണ്. എന്നാൽ കുറെ നേരം ആ ശക്തി നിലനിർത്താനുള്ള കഴിവ് ആർക്കാളുള്ളത്? സ്റ്റീലിനാണ്. സെറ്റ് അല്ലേ? മൂന്നാമത്തെ മഹാനെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? എന്നാൽ ഇവന്റെ ഒരു അനിയനുണ്ട്. ഇവന്റെ ഒരു അനിയന് പറഞ്ഞ പേരാണ് പെർമിയബിലിറ്റി. എന്താ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്? ഇത് അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു പാസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ ദം. ഒരു വസ്തുവിന് അതിൻ്റെ ഉള്ളിലൂടെ കാന്തിക ബലരേഖകളെ കടത്തിവിടാനുള്ള കഴിവുണ്ട്.
ഈ കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് പെർമിയബിലിറ്റി. സോ ഈ വാക്കും കൂടി ഒന്ന് പരിചയപ്പെടണേ. അപ്പൊ ഇതും കൂടി പരിചയപ്പെട്ടാൽ സെറ്റാ. അപ്പൊ കാന്തശക്തികളെ അല്ലെങ്കിൽ കാന്തിക മണ്ഡലങ്ങളെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഒരു വസ്തുവിന്റെ ഉള്ളിൽ കൂടെ കടത്തിവിടാനുള്ള കഴിവിന് നമ്മൾ എന്താ പറയാ? പെർമിയബിലിറ്റി. പെർമിറ്റ് ചെയ്യുക, അനുവദിച്ചു കൊടുക്കുക, പെർമിഷൻ കൊടുക്കുക, പെർമിയബിലിറ്റി. അങ്ങനെ വിളിച്ചു നോക്കിയാ. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ പെർമിഷൻ കൊടുക്കുക, അനുവാദം കൊടുക്കുക. കാന്തശക്തികളെ ഉള്ളിലൂടെ കടത്തിവിടാനുള്ള കഴിവിന് നമ്മൾ എന്താണ് പറയാ? പെർമിയബിലിറ്റി. അവിടേക്ക് കൺഫേം ആയിട്ട് പോയാൽ മതി. കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിന് നമ്മൾ റിറ്റൻറ്റിവിറ്റി എന്നല്ല പറയാ. അത് കൂടുതൽ ആർക്കായിരുന്നു? സ്റ്റീലിന്. എന്നാൽ കാന്തമാവാനുള്ള കഴിവ്, വശകത, സസെപ്റ്റിബിലിറ്റി ആർക്കായിരുന്നു കൂടുതൽ? അയണ്. ഓക്കെ അല്ലേ? പെർമിയബിലിറ്റി ഞാൻ പറഞ്ഞു എന്താ? കാന്തങ്ങളെ ഉള്ളിലേക്ക് കാന്തിക മണ്ഡലങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള കഴിവാണ്. ഇതാർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്? പച്ചിരുമ്പിന് കേട്ടോ. പച്ചിരുമ്പിന് പെർമിയബിലിറ്റി കൂടുതലാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. സോഫ്റ്റ് അയണിന് പെർമിയബിലിറ്റി കൂടുതലാണ്. 3 ആൾക്കാരും നമ്മൾ പരിചയപ്പെട്ട്. ഇനി വരാൻ പോകുന്നടാ നാലാമത്തെ മഹാൻ. നാലാമത്തെ മഹാന്റെ ചോദ്യം എങ്ങനെ വരിക? എന്താ ചോദ്യം? അയ്യോ, കോപ്പി ദ റേ ഡയഗ്രാം. ഈ ചിത്രം കോപ്പി ചെയ്യുക, അതായത് കോപ്പി അടിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞത്? ഷോയിങ് ദ ഇമേജ് ഫോർമേഷൻ കംപ്ലീറ്റ്. ഇത് പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കണ്ണാടി ഉണ്ട്, 2-3 വരൊക്കെ പോകുന്നുണ്ടിട്ട് അമ്മേ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റേ ഡയഗ്രാം. ഞാൻ അപ്പോഴേ പറയുന്നു, എക്സാമിന് ഉറപ്പായിട്ടും റേ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാവും. നമ്മൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? എജുപുടന്റെ ചാനൽ തന്നെ റേ ഡയഗ്രാം 8ാം ക്ലാസ്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഫുൾ റേ ഡയഗ്രത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളെ പ്ലേലിസ്റ്റിൽ പോയി തപ്പുക, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ മതി. ക്ലാസ് 8 റേ ഡയഗ്രാം എജുപോർന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി. അപ്പൊ തന്നെ നമ്മൾ റേ ഡയഗ്രത്തിന്റെ വീഡിയോ കിട്ടും. അതൊന്നും അത് കാണാണ്ട് എക്സാമിന് പോവുകയും ചെയ്യരുതേ. എന്തായാലും മതി, ഒരു ബേസിക് നോളജ് ഞാൻ പറഞ്ഞുതരാം. ഒന്നും കൂടെ നോക്കടാ. ഈ ചിത്രം ഫുൾ ആക്കണം. അതിന് ആദ്യം റേ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ അറിയണം. സിമ്പിളാ. ഇവിടെ നോക്കടാ. പാരലൽ ആയിട്ടൊരു കണ്ണാടിക്ക് ഒരു ലൈറ്റ് വരികയാണെങ്കിൽ, സമാന്തരമായിട്ടൊരു ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് കൂടെ പോവുക? അത് ഫോക്കസിലൂടെ അങ്ങോട്ട് പാസ് ചെയ്യും. കണ്ടോ? പാരലൽ ആയിട്ട് വന്ന ഫോക്കസിലൂടെ പാസ് ചെയ്യും. പാരലൽ ഫോക്കസ്, പാരലൽ ഫോക്കസ്, പാരലൽ ഫോക്കസ്. സെറ്റ് അല്ലേ? ഇനി രണ്ടാമത്തെ റൂൾ എന്താ? ഫോക്കസിലൂടെ ഒരു ലൈറ്റ് വന്ന് വിചാരിക്കുക. ഒരു കണ്ണാടിന്റെ ഫോക്കസിലൂടെ ലൈറ്റ് വന്നാൽ അതെന്താ ചെയ്യുക? നേരത്തെ നേരെ ഓപ്പോസിറ്റ് പാരലൽ ആയിട്ട് വരും. അപ്പൊ ഒന്നാമത്തെ എന്താടാ? പാരലൽ ആയിട്ട് വന്ന സമാന്തരമായിട്ട് വന്ന ഫോക്കസിലൂടെ പാസ് ചെയ്യും. രണ്ടാമത്തെ എന്താ? ഫോക്കസിലൂടെ വന്ന സമാന്തരമായിട്ട് പാസ് ചെയ്യും. രണ്ടാമത്തും കിട്ടിയില്ലേ? ഇനി മൂന്നാമത്തെ എന്താന്ന്? മൂന്നാമത്തെ അതിനേക്കാൾ എളുപ്പം. ഈ സി എന്ന് പറഞ്ഞ സ്ഥലല്ലേ, സി കൂടെ ഒരു ലൈറ്റ് അങ്ങോട്ട് വന്നിരിക്കും കേട്ടോ. സി കൂടെ ലൈറ്റ് വന്നാൽ എന്താണ് സംഭവിക്കുക? അത് സി കൂടെ തന്നെ തിരിച്ചങ്ങോട്ട് പോകും. സി 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 സി. വാവ്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയാ. ഒന്നാമത്തെ എന്താ? പാരലൽ ആയിട്ട് വന്ന ഫോക്കസിലൂടെ പാസ് ചെയ്യും, ഫോക്കസിലൂടെ വന്ന പാരലൽ ആയിട്ട് പാസ് ചെയ്യും, സി കൂടെ വന്ന സി കൂടെ തന്നെ പാസ് ചെയ്യും. ഒന്നും കൂടി പഠിച്ചാൽ മതി. നോക്കട്ടാ. ഒരു കണ്ണാടിന്റെ പോൾ എന്നുള്ളതിന് പറയാ. ഒരു കണ്ണാടിന്റെ പോളിലേക്ക് ഒരു ലൈറ്റ് അങ്ങോട്ട് വന്നിരിക്കുക. പോളിലേക്ക് ലൈറ്റ് വരികയാണെങ്കിലുള്ള പ്രത്യേകം എന്താ? നിങ്ങൾക്ക് ഇതേ ആംഗിൾ ഉണ്ടാക്കിയിട്ട് ആ ലൈറ്റ് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അതായത് ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. I is equal to R. പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പോളിലേക്ക് ഒരു ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതേ കോൺ ഉണ്ടാക്കി തിരിച്ചു പോകും. ഓക്കെ അല്ലേ? 4 നിയമങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഇനി കോൺവെക്സ് ആണെങ്കിൽ എങ്ങനെയെന്നുള്ളതും കൂടി പഠിച്ചാൽ മതിയേ. കോൺവെക്സ് ആണെങ്കിൽ എന്താണെന്ന് ഒന്നുകൂടി ഞാൻ പറയുന്നു. പാരലൽ ഫോക്കസ്, ഫോക്കസ് പാരലൽ, സി സി. പിന്നെ ഞാൻ പറഞ്ഞു പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഒരൊറ്റൊരു കോൺവെക്സും കൂടി വെറുതെ നോക്കിക്കോ. ഇത് കോൺവെക്സ് ആ കണ്ണാടി. ഇതിന്റെ പ്രത്യേകത എന്താ? സമാന്തരമായിട്ടൊരു ലൈറ്റ് വന്ന് ശരിക്കും പോകേണ്ടത് ഫോക്കസ് കൂടെ ആയിരുന്നു. പക്ഷെ ഫോക്കസ് കൂടെ പോകാൻ പറ്റുമോ? ഇല്ല, അവിടെ ബ്ലോക്ക് ആണ്. അപ്പൊ എന്താ ചെയ്യുക? കോൺവെക്സ് ആണെങ്കിൽ അത് ഫോക്കസ് കൂടെ പോകില്ല, പക്ഷെ അതേപോലെ തിരിച്ചിങ്ങോട്ട് പോകും. ഇതും കൂടി ഒന്ന് പഠിച്ചേക്കണം. കോൺവെക്സ് ആണെങ്കിൽ പാരലൽ ആയിട്ട് വന്നാൽ ഫോക്കസിൽ നിന്നും അകലുന്നു, ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചാൽ മതി. ഒരു ഇത്രയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫോക്കസിലേക്ക് ഒരു ലൈറ്റ് വന്നിരിക്കുക കോൺവെക്സ് മിററിന്. ശരിക്കും എന്താ ചെയ്യേണ്ടി? ഫോക്കസിലൂടെ പോവാണ് ചെയ്യേണ്ടി. പക്ഷെ ആ കണ്ണാടിന്റെ ആ ഭാഗത്ത് ബ്ലോക്ക് ആണ്, അങ്ങോട്ട് പോകാൻ പറ്റൂല. അപ്പൊ എന്താ ചെയ്യുക? ഫോക്കസിലൂടെ വന്ന പാരലൽ ആയിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യും. ഈ ചിത്രം കൂടി ഒന്ന് നോക്കി വെച്ചാൽ പിന്നെ ഫുൾ മാർക്ക് ഉറപ്പാ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇങ്ങോട്ട് പറയുകയാണെ ഈ ചിത്രം ഒന്ന് ഫുള്ളാക്കി വരയ്ക്കാൻ. നമുക്ക് ആദ്യം ചിത്രം ഒന്ന് വൃത്തിക്ക് വരയ്ക്കാം. ഓക്കേടാ. ഇനി ഇങ്ങോട്ട് പറയാൻ പോണേ ഇതെങ്ങനെ ചിത്രം ഫുള്ളാക്കുക. പാരലൽ ആയിട്ടല്ലേ ഈ ലൈറ്റ് വരുന്നത്? സമാന്തരമായിട്ട് വരുന്ന ലൈറ്റ് എന്തുകൂടെ പാസ് ചെയ്യുക? പാരലൽ ആയിട്ട് വന്നാൽ സാറേ ഫോക്കസിലൂടെ പാസ് ചെയ്യും. എന്ത് എളുപ്പാ. സ്കെയിൽ എടുക്കുക, അങ്ങോട്ട് വരയ്ക്കുക. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ഫോക്കസിലൂടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഫോക്കസിലൂടെ വന്ന ലൈറ്റ് എങ്ങോട്ടാ പാസ് ചെയ്യുക? നമ്മൾ പഠിച്ചതാ. പാരലൽ ആയിട്ട് വന്ന ഫോക്കസിലൂടെ പാസ് ചെയ്യും, ഫോക്കസിലൂടെ വന്ന പാരലൽ ആയിട്ട് പാസ് ചെയ്യും. ഇനി ശരിക്കും ഒരു പോയിന്റ് കൂടി നിങ്ങൾ പഠിച്ചോളി. എപ്പോഴാ പ്രതിബിംബം ഉണ്ടാകുക? അതും കൂടി വെറുതെ പഠിച്ചാൽ സെറ്റാ. ഇമേജ് എപ്പോഴാണ് ഉണ്ടാകുക? ഈ 2 ലൈറ്റും എവിടെയെങ്കിലും കൂട്ടിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഇമേജ് ഉണ്ടാകുക. അയ്യോ, ഈ ലൈറ്റ് ഇവിടെ കൂട്ടിമുട്ടിയില്ലേ? അപ്പൊ ചിലർക്കായിരിക്കും സാറേ ഇവിടെ കൂട്ടിമുട്ടിയില്ലേ, അപ്പൊ അവിടെ ഫോട്ടോ ഉണ്ടാവില്ലേ എന്ന്. അല്ല, കണ്ണാടി തട്ടിക്കഴിഞ്ഞതിന് ശേഷം എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെയാണ് ഇമേജ് ഉണ്ടാകുക. ഇത് രണ്ടും കണ്ണാടി തട്ടിയാണോ? ഇല്ല, പൂണുള്ളൂ. അപ്പൊ കണ്ണാടി തട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവർ രണ്ടാളും ഇവിടെ അല്ലേ കൂട്ടിമുട്ടിയത്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഇമേജ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി? ഈ പ്രിൻസിപ്പൽ ആക്സസ് അങ്ങോട്ട് വരാൻ അങ്ങോട്ട് വരയ്ക്കുക. ഇതാണ് ഇമേജ്. പരിപാടി കഴിഞ്ഞു.
എന്ത് എളുപ്പ. ഇനി വേണമെങ്കിൽ ഒരു ഹൈ ലെവൽ പോയിന്റും കൂടി. ഈ ഇമേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാണ് ആദ്യം നമ്മൾ പറയാം ഇമേജ് ഉണ്ടായത് സിയിലാണ്. സി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇമേജ് ഉണ്ടായത്. രണ്ടാമത്തെ എന്താടാ, ഇവന്റെ അതേ വലുപ്പമാണ് ഇവൻക്ക് ഉണ്ടായത്. വസ്തുവിന്റെ അതേ വലുപ്പമാണ് പ്രതിബിംബത്തിന്, സെയിം സൈസ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ, ശരിക്കും ലൈറ്റ് കൂട്ടിമുട്ടിയിട്ടുണ്ട്, റിയൽ ആണ്, യഥാർത്ഥമാണ്. നാലാമത്തെ പോയിന്റ് എന്താടാ, മേലക്കല്ല താഴോട്ടാണ് ഇമേജ് കിട്ടിയത്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇൻവേർട്ടഡ് ആണ്, തല കീഴായതാണ്. സെറ്റ് അല്ലേ? എളുപ്പല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ രണ്ടാമത്തെ സെഷനിലും ആനുവൽ എക്സാമിന് ഇതുവരെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 4 മഹാന്മാരുടെയും അവരുടെ കൂട്ടക്കാരുടെയും പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. ഇതിൽ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള ഒരു കാര്യം, റേ ഡയഗ്രാം എക്സാമിന് ഉറപ്പായിട്ടും വരും. സോ റേ ഡയഗ്രാം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലടാ, എല്ലാ റേ ഡയഗ്രാം ഞാനൊരു ലൈവ് തന്നെ എടുത്തിട്ടുണ്ട്. സോ ആ ലൈവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ പ്ലേലിസ്റ്റിൽ പോയിട്ടാൽ കിട്ടും, ക്ലാസ് 8ന്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ കിട്ടും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തടിക്കുക, യൂട്യൂബിൽ റേ ഡയഗ്രാം ക്ലാസ് 8 എജുപോർന്ന് സെർച്ച് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഒരു റേ ഡയഗ്രാം കിട്ടും. ഓക്കെ അല്ലേ? ഞാൻ ഉണ്ടാവും ഇങ്ങനെ നിൽക്കണം, ആ വീഡിയോ എടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ബൈ. ലൈവിന് കാണാൻ മറക്കരുത് 7:30 എക്സാമിൻ്റെ തലേന്ന്. അതും കൂടി കഴിഞ്ഞതിന് ശേഷം ബൈ.